ഞാൻ സഞ്ജയ് മൊഹപാത്ര, ഉപരിതല ശാസ്ത്രത്തിലെ സാങ്കേതിക വിദഗ്ധനാണ്. പെയിന്റ്സ് ആൻഡ് കോട്ടിംഗ് മേഖലയിൽ ഞാൻ 25 വർഷം പിന്നിട്ടു. നിലവിൽ ഉയർന്ന പരിശീലനം ലഭിച്ച പരിചയസമ്പന്നരായ ഗവേഷണ സംഘത്തെ നയിക്കുന്നു. ബാഹ്യ പെയിന്റ് ടെക്സ്ചറുകളും വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്നതിന്. ഉപഭോക്താവിന് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ വ്യത്യസ്തവും നൂതനവും അതുല്യവുമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. ഞാൻ ശങ്കർ റാവു. ഞാൻ നിങ്ങളെ വാട്ടർ പ്രൂഫിംഗ് പോർട്ട്ഫോളിയോയിലൂടെ കൊണ്ടുപോകും. വാട്ടർ പ്രൂഫിംഗ് എന്നത് കോൺക്രീറ്റ് ഘടനയിലൂടെ വെള്ളം പ്രവേശിക്കുന്നതോ പുറത്തേക്ക് പോകുന്നതിനോ തടയാൻ ഒരു ബാരിയർ കോട്ടിങ്ങിന്റെ രൂപവൽക്കരണമാണ്. ഇത് ജലം മൂലമുള്ള കേടുപാടുകളിൽ നിന്ന് ഒരു കെട്ടിടത്തെ സംരക്ഷിക്കുന്നു. വാട്ടർ പ്രൂഫിംഗ് വിഭാഗത്തെ പൊതുവായ വാട്ടർ പ്രൂഫിംഗ്, പ്രത്യേക വാട്ടർ പ്രൂഫിംഗ് എന്നിങ്ങനെ വിഭജിക്കാം. പൊതുവായ വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുകയും സാധാരണ പെയിന്റിംഗ് കരാറുകാർ പ്രയോഗിക്കുകയും റീറ്റെയിൽ ഉപഭോക്താക്കൾ വാങ്ങുകയും ചെയ്യുന്നു. കോൺക്രീറ്റ് ഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഡാമുകൾ തുടങ്ങിയ വലിയ കെട്ടിട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ പ്രത്യേക വാട്ടർ പ്രൂഫിംഗ് നടത്തുന്നു. ഈ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പരമ്പരാഗത വിൽപ്പന രീതികളിലൂടെ മാത്രമേ വിൽക്കുന്നുള്ളൂ. ഒരു ഉപഭോക്താവിൽ നിന്ന് വാട്ടർ പ്രൂഫിംഗിൽ നിന്നുള്ള പ്രതീക്ഷ ലളിതമാണ്. പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് വീണ്ടും ഉണ്ടാകരുത്. അതിനാൽ വാട്ടർ പ്രൂഫിംഗ് രണ്ടും പ്രതിരോധമാണ്. ഇതിനർത്ഥം ഭിത്തികളിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയുകയും ചോർച്ചയും ഊറലും മൂലം ബാധിതമായ ഭിത്തിയെയോ ഉപരിതലത്തെയോ നന്നാക്കുകയും വേണം. വാട്ടർ പ്രൂഫിംഗ് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന വിവിധ ഉറവിടങ്ങൾ ആദ്യം മനസ്സിലാക്കാം. മഴ. ടെറസിൽ നിന്നുള്ള ചോർച്ചയും പുറം ഭിത്തിയിൽ നിന്നുള്ള വെള്ളം ഒരിടത്ത് കെട്ടിക്കിടക്കാനുള്ള ഏറ്റവും വലിയ കാരണം മഴയാണ്. ടെറസിലും സൂര്യപ്രകാശവും കെട്ടിടത്തിലെ വിള്ളലുകളിലേക്ക് ഒഴുകുന്നു. വെള്ളം ഒഴുകുന്നത് കാലക്രമേണ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു. ടൈൽ ജോയിന്റിലെ വിടവുകൾ അല്ലെങ്കിൽ വാഷ് ബേസിനും ഭിത്തിക്കുമിടയിലുള്ള വിടവ് മുതലായവ പോലെ ചുവരിലേക്ക് വെള്ളം കയറാൻ അനുവദിക്കുന്നു. ഭൂഗർഭജലം ഉയരുന്നത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ലവണങ്ങളായി കുറയുന്നതിന് കാരണമാകും. പെയിന്റ് ഫിലിമിലെ ഉപ്പ് പോലെയുള്ള രൂപവൽക്കരണമാണ് എഫ്ലോറസെൻസ്. ഇത് സാധാരണയായി ഉയർന്ന ജലവിധാനമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പ്ലംബിംഗ് പ്രശ്നങ്ങൾ. മറഞ്ഞിരിക്കുന്ന പ്ലംബിങ്ങിൽ നിന്നുള്ള ചോർച്ച കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായേക്കാം. കൂടാതെ മറ്റൊരു സ്രോതസ്സിലുള്ള AC ഔട്ട്ലെറ്റുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് ഒരു പ്ലംബറെ ഉപയോഗിച്ച് ചോർച്ചയുടെ ഉറവിടം പരിഹരിക്കേണ്ടതുണ്ട്. സാധാരണയായി വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങൾ പുതിയ നിർമ്മാണത്തിലും പെയിന്റിംഗ് സമയത്തും പുറത്തും ഇന്റീരിയറിലും ഉപയോഗിക്കുന്നു. വിവിധ തരം വാട്ടർ പ്രൂഫിംഗ് ഉൽപ്പന്നങ്ങളുണ്ട്. ചിലത് ഒരു പുതിയ വീടോ അപ്പാർട്ട്മെൻറ്റോ പണിയുമ്പോൾ ഉപയോഗിക്കാം. ചിലത് ഉപരിതലം നന്നാക്കാൻ ഉപയോഗിക്കാം. അത് വിള്ളലുകളോ ജലചോർച്ചയോ ആകട്ടെ. ഈ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് എവിടെയാണ് പ്രയോഗിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറം ഭിത്തികളും ടെറസും ജലം, ചൂട്, അൾട്രാവയലറ്റ് രശ്മികൾ തുടങ്ങിയ ഏറ്റവും കഠിനമായ കാലാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു. അങ്ങനെ ഉപരിതല വിള്ളലുകളിലേക്ക് നയിക്കുന്നു. ഇത് വെള്ളം പ്രവേശിക്കുന്നതിനുള്ള പാതയാകുന്നു. ടെറസിൽ ബാഹ്യ വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് ഉപയോഗിക്കുന്നു. ലംബമായി ഭിത്തി കഠിനമായ കാലാവസ്ഥയെ അതിജീവിക്കുന്നു. ഇവ സാധാരണയായി ഇന്റീരിയറിൽ അക്രിലിക് അടിസ്ഥാനമാക്കിയുള്ള കോട്ടിംഗ് ആണ്. ഒട്ടുമിക്ക വീടുകളിലും നേരിടുന്ന സാധാരണ പ്രശ്നം നനവാണ്. വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങുകൾ ഇന്റീരിയർ ഭിത്തികളിൽ പ്രയോഗിക്കുന്നു. സാധാരണയായി ഇഷ്ടിക തലത്തിലോ സിമന്റ് ഇട്ട പ്ലാസ്റ്ററിലോ. ഈ കോട്ടിംഗ് രാസ സ്വഭാവമുള്ളതും ഇഷ്ടിക അല്ലെങ്കിൽ പ്ലാസ്റ്ററുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നതുമാണ്. കുളിമുറിയോടും അടുക്കളയോടും ചേർന്നുള്ള സ്ഥലങ്ങളിൽ സിമന്റ് ഇട്ട വാട്ടർ പ്രൂഫിംഗ് കോട്ടിങ്ങുകളും പ്രയോഗിക്കുന്നു. സാധാരണയായി നിർമ്മാണ സമയത്തും പ്ലാസ്റ്ററിങ്ങിലും കാലക്രമേണ വികസിക്കുന്ന ചെറിയ വിള്ളലുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നത് ഒഴിവാക്കാൻ സിമന്റ് ഇട്ട വാട്ടർ ടാങ്കിനുള്ളിലും അവ ഉപയോഗിക്കുന്നു. കോൺക്രീറ്റിന്റെ പൊറോസിറ്റി കുറയ്ക്കാൻ ഇന്റഗ്രൽ വാട്ടർ പ്രൂഫിംഗ് സംയുക്തങ്ങൾ പോലെയുള്ള വാട്ടർ പ്രൂഫിംഗ് രാസവസ്തുക്കൾ സിമന്റുമായി കലർത്തുന്നു. അങ്ങനെ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ വാട്ടർ പ്രൂഫിങ്ങിന് സഹായിക്കുന്നു. പൊട്ടിയ തൂണുകൾ ഒന്നുകിൽ പൊടി പേസ്റ്റ് രൂപത്തിൽ ചെറിയ വിള്ളലുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നു. വലിയ രീതിയിലുള്ള വിള്ളലുകൾ നികത്താനും കേടുപാടുകൾ പരിഹരിക്കാനും റിപ്പയർ പോളിമറുകൾ സിമന്റുമായി കലർത്താനും പ്ലാസ്റ്ററും കോൺക്രീറ്റും ഉപയോഗിക്കുന്നു. വാട്ടർ പ്രൂഫിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളും പദാവലികളും നമുക്ക് മനസ്സിലാക്കാം. ജലപ്രതിരോധം. ജലപ്രതിരോധം എന്നത് ജലസമ്മർദ്ദത്തെ ചെറുക്കാനുള്ള ഒരു കോട്ടിങ്ങിന്റെ കഴിവാണ്. കൂടാതെ കെട്ടിടത്തിലൂടെ വെള്ളം ഒഴുകുന്നതുവരെ അതിന് താങ്ങാനാകുന്ന മർദ്ദത്തിന്റെ ബാറുകളുടെ അടിസ്ഥാനത്തിൽ അളക്കുന്നു. താപനില കുറയ്ക്കൽ.
സാധാരണയായി വെളുത്ത പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെയും താപത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ടെറസുകളും ചുവരുകളും വെള്ള നിറത്തിൽ പെയിന്റ് അടിക്കുമ്പോൾ അത് ഉപരിതല താപനില 8 മുതൽ 10 ഡിഗ്രി വരെ കുറയ്ക്കുന്നു. ക്രാക്ക് ബ്രിഡ്ജിംഗ് എബിലിറ്റി. കാലാവസ്ഥാ വ്യതിയാനം കാരണം മേസൺറി സബ്സ്ട്രേറ്റിൽ കാലക്രമേണ വിള്ളലുകൾ വികസിക്കുന്നു. പെയിന്റിങ്ങിന് ശേഷം സംഭവിക്കുന്ന ഹെയർലൈൻ വിള്ളലുകൾ പെയിന്റിന് നീണ്ടു മറയ്ക്കാൻ കഴിയണം. അധീഷൻ. പ്രയോഗിക്കുന്ന ഉപരിതലത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു കോട്ടിങ്ങിന്റെ കഴിവാണ്. അതിനാൽ പുൾ ഓഫ് അധീഷൻ ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് അളക്കുന്നത്. ഇത് കോട്ടിങ്ങിന്റെ ശക്തിയും പ്രകടനവും നിർണ്ണയിക്കുന്നു. വാറണ്ടി. കോട്ടിങ്ങിന്റെ ദൈർഘ്യവും പ്രകടനവും സൂചിപ്പിക്കുന്ന ഒരു പ്രധാന പരിഗണനയാണിത്. പൊതുവെ ഉൽപ്പന്നത്തിന്റെ തരമനുസരിച്ച് 4, 10, 12, 15 വർഷത്തേക്ക് ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഇത് വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു ലോകമാണ്. പെയിന്റ് വ്യവസായങ്ങളിൽ വളരുന്ന വിഭാഗം.